ബ്രില്യൻറ്റിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ഒരു പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് പഠിക്കുന്നത് പോലെയോ അല്ല ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ കാര്യം നമ്മുടെ ലൈഫ് ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പബ്ലിക് എക്സാമാണ്, +2 പബ്ലിക് എക്സാമാണ്, അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് നമ്മുടെ ഒരു അക്കാഡമിക് സിസ്റ്റം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എഞ്ചിനീയർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ JEE മീൻസ് JEE അഡ്വാൻസ്ഡ് എക്സാമുകൾ എഴുതണം. ഡോക്ടർ ആകണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ നീറ്റ് എക്സാം എഴുതി പാസ്സാവേണ്ടതുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ തലേ ദിവസമോ അല്ലെങ്കിൽ ഒരു മാസം മുന്നെയോ പ്രിപ്പയർ ചെയ്താൽ കിട്ടുന്ന ഒന്നല്ല ടൈം കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള പരീക്ഷകൾ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് ചെറിയ ക്ലാസ് തൊട്ടേയുള്ള പ്രിപ്പറേഷൻ, അതായത് ടൈം മാനേജ്മെൻറ്റ്, സ്പീഡിൽ എക്സാം എഴുതുന്നതിനെക്കുറിച്ച് പ്രിപ്പയർ അല്ലെങ്കിൽ സ്പീഡിൽ ആൻസർ കണ്ടുപിടിക്കുന്ന മെത്തഡോളജീസ് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മുടെ ബ്രില്യൻറ്റ് ഫൗണ്ടേഷൻ പ്രോഗ്രാം, അതതിൻ്റെ റൂട്ട് ലെവലിൽ, അതായത് 6ാം ക്ലാസ് മുതലേ നമ്മൾ ഫൗണ്ടേഷൻ പ്രോഗ്രാം നടത്തുന്നത്. ഇനി എൻ്റെ സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിൽ നിന്ന് പറയുകയാണെങ്കിൽ ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുള്ള അഡ്വാൻറ്റേജുകൾ എന്ന് പറഞ്ഞാൽ +1 +2ലേക്ക് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ 10ാം ക്ലാസ്സിനുള്ളിൽ തന്നെ നമ്മൾ ഒരു പരിധിവരെ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കും +1 +2ലെ ടോപ്പിക്കുകൾ 10ാം ക്ലാസ്സിനുള്ളിൽ തന്നെ തീർക്കുമ്പോൾ ഞങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നിങ്ങൾ വിചാരിക്കും. 6ലോ 7ലോ 8ലോ 9ലോ നമുക്ക് പബ്ലിക് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. കേൾക്കുമ്പോൾ പേടി തോന്നുന്ന ട്രിഗ്നോമെട്രിയും കേൾക്കുമ്പോൾ പേടി തോന്നുന്ന ഡിഫറൻസിയേഷനും ഒക്കെ നിങ്ങൾ +1ലേക്ക് എത്തുമ്പോഴേ നിങ്ങളുടെ കയ്യിലിരിക്കും ക്ലിയറായിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 6ാം ക്ലാസ് തൊട്ടേ ഇതാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ല, ഞങ്ങൾ 6ാം ക്ലാസ് തൊട്ടേ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ്, അതായത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് പേടിയോടെ കാണേണ്ട കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 7, 8, 9 ക്ലാസ്സിൽ വരുമ്പോഴല്ലേ. 6ാം ക്ലാസ് തൊട്ടേ നമ്മൾ മാത്തമാറ്റിക്സ് വളരെ ഈസി ആയിട്ട് അങ്ങ് ഹാൻഡിൽ ചെയ്ത് തുടങ്ങുകയാണ്. +2ലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ വേണ്ട ബേസിക് കാര്യങ്ങളെല്ലാം ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ടെൻഷനും ഇല്ലാതെ പഠിക്കേണ്ട കാലഘട്ടത്തിൽ ഇത്തിരി അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോയാൽ വളരെ നല്ലതല്ലേ. കോമ്പറ്റേറ്റീവ് എക്സാം എഴുതേണ്ട കാലഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കും. ശരിയല്ലേ? അപ്പോൾ പൊതുവേ എല്ലാവർക്കും തോന്നുന്ന ഒരു പേടി, ഞാൻ ആ പേടിയിലേക്ക് വീണ്ടും തിരിച്ചു വരാം. നമ്മൾ സിലബസിലുള്ള കാര്യങ്ങൾ തന്നെ അതൊന്ന് പഠിപ്പിക്കും. അതിനൊപ്പം അതായത് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ 6ാം ക്ലാസ് 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കേണ്ട കാര്യങ്ങൾ, മാത്തമാറ്റിക്സ് പഠിക്കേണ്ട ടോപ്പിക്കുകൾ തന്നെ എല്ലാം ഒന്ന് പഠിപ്പിക്കും. അതിനൊപ്പം ആഡ് ഓൺ ചെയ്താണ് നമ്മൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം ടോപ്പിക്കുകളിലേക്ക് പോകുന്നത്. അതൊരിക്കലും ഇതിൻ്റെ വെളിയിലേക്ക് സബ്ജക്റ്റ് ഔട്ടായി പോകുന്നില്ല. വേണ്ട കാര്യങ്ങൾ തന്നെയാണ് പഠിക്കേണ്ടത്. പിന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ +1 +2, അതായത് ഇപ്പോൾ 10ാം ക്ലാസ് ആയിക്കോട്ടെ തന്നെ നമ്മുടെ മാത്സ് ഒളിമ്പിയാഡ് എക്സാം എഴുതണം, നിങ്ങൾക്ക് സ്കോളർഷിപ്പ് എക്സാമുകൾ എഴുതണം. അതിനാവശ്യമുള്ള കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്ത് ഒരു 6ാം ക്ലാസ് തൊട്ടേ മാത്തമാറ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്ത് അങ്ങ് പോകും. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതേണ്ട ഒരു സമയമാകുമ്പോൾ 6ാം ക്ലാസ് തൊട്ടേ ടൈം കൺസ്ട്രെയിൻ്റുള്ള എക്സാമുകൾ എഴുതി ശീലിക്കുന്നത് നിങ്ങൾക്ക് സ്പീഡിൽ പ്രോബ്ലം ചെയ്യാൻ സാധിക്കും. അതൊരു പക്ഷേ നിങ്ങളുടെ സബ്ജക്റ്റ്, അതായത് ഇപ്പോൾ സ്കൂൾ എക്സാമുകൾക്കാണെങ്കിൽ കൂടി ബാക്കിയുള്ളവർ എക്സാം എഴുതി തീരുന്നതിനേക്കാൾ മുന്നേ സ്പീഡിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും. ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾ പഠിക്കും. ശരിയല്ലേ? മാത്തമാറ്റിക്സിനാണല്ലോ ഏറ്റവും കൂടുതൽ ടൈം മാനേജ്മെൻറ്റ് പ്രോബ്ലം വരുന്നത്. കാൽക്കുലേഷൻസ് എല്ലാം സ്പീഡിലാകും. സ്പീഡിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടുകൾ പഠിക്കും. ശരിയല്ലേ? അതുകൂടാതെയാണ് +1 +2ൽ ആവശ്യമുള്ള ബേസിക് കാര്യങ്ങൾ. അതിപ്പോൾ ട്രിഗ്നോമെട്രി, നമ്മുടെ ക്ലാസ്സിലെ ഫൗണ്ടേഷൻ ക്ലാസ് പഠിച്ച് വരുന്ന +1ലേക്ക് വരുന്ന കുട്ടികൾക്ക് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന പുഷ്പം പോലെ ഈസിയാണ്. പക്ഷേ അതേസമയം 10ാം ക്ലാസ്സിന് ശേഷം +1ലേക്ക് വരുമ്പോഴത്തേനും വലിയൊരു കൺസ്ട്രെയിൻ്റ് ആണ് നമ്മുടെ ട്രിഗ്നോമെട്രി. ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, കാൽക്കുലസ് ഒക്കെ കേൾക്കുമ്പോഴേ പേടിയാകും. പക്ഷേ നമ്മുടെ ഫൗണ്ടേഷൻ പഠിച്ച് വരുന്ന പിള്ളേർക്ക് യാതൊരു പേടിയില്ല. അപ്പോൾ അതിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. അല്ലാതെ 6 തൊട്ട് 7 അല്ലെങ്കിൽ 6ാം ക്ലാസ് ചെറിയ ക്ലാസ് തൊട്ടേ വലിയ കാര്യങ്ങൾ പഠിപ്പിച്ച് നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു ടെൻഷനും ഇല്ലാതെ ഈ കാര്യങ്ങളെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുകയും നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്ത് പോകാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വരുന്ന അക്കാഡമിക് ഇയറിലെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റ് ഈ വരുന്ന ഒക്ടോബർ 1ാം തീയതി നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് ആ ക്ലാസ്സിൽ നിന്നും തൊട്ടടുത്ത ക്ലാസ്സിലേക്കുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ അഡ്മിഷൻ മേടിക്കാനുള്ള ഒരു ചെറിയ സ്ക്രീനിങ് ടെസ്റ്റാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾ brilliantpala.org എന്ന് പറയുന്ന നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അത് നോക്കുക. ബ്രില്യൻറ്റിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി വന്ന് ചേരുക. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.